നമ്മുടെ വീടിനുള്ളിലൊക്കെ നമ്മളറിയാതെ ഒരു ശവമടക്ക് നടക്കുന്നുണ്ട്. ഒച്ചയും ബഹളവും ഇല്ലാത്ത ഒരു സൈലന്റ് ഫ്യൂണറൽ. പൂക്കളില്ല, പ്രാർത്ഥനകളില്ല, കരയാൻ ആളുകളില്ല, വെറും പൊടി മാത്രം. മുറിയുടെ ഒരു മൂലയിൽ നമ്മളെയൊക്കെ സ്വപ്നങ്ങൾ ചീഞ്ഞഴുകി മണ്ണടിയുകയാണ്. കഴിഞ്ഞ ജൂണിൽ നാട്ടിൽ പോയ സമയത്ത് ഒരു ദിവസം രാത്രി പുറത്താണെങ്കിൽ നല്ല മഴയും കാറ്റും. കറണ്ട് പോയിട്ട് കുറേ നേരമായി. ശക്തിയായ കാറ്റിൽ ജനലിൽ മഴ വന്ന് വീഴുന്ന ശബ്ദവും പിന്നെ അടുത്തുള്ള ബിൽഡിങ്ങിലെ ജനറേറ്ററിൻ്റെ നേരത്തെ ശബ്ദവും മാത്രം. കിടന്നിട്ടാണ് ഉറക്കം വരുന്നില്ല. അടുത്ത ബിൽഡിങ്ങിൽ നിന്ന് വന്ന മങ്ങിയ വെളിച്ചത്തിൽ എൻ്റെ മുറിയുടെ മൂലയിലിരുന്ന ആ പഴയ സ്റ്റീൽ അലമാരയുടെ മുകളിൽ ഞാൻ ആ പെട്ടി കണ്ടു. ഞാൻ എപ്പോഴോ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അതിൽ ഞാൻ എൻ്റെ കുറേ പഴയ ഓർമ്മകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതെടുത്ത് നോക്കാമെന്ന് വിചാരിച്ച് ആ പെട്ടി കൊണ്ട് വലിച്ചതും എന്തോ ഒരു സാധനം വലിയ ശബ്ദത്തിൽ താഴെ വീണു. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതെൻ്റെ ഒരു പഴയ വയലിനായിരുന്നു. പൊടി പിടിച്ച് കിടക്കുന്നു. കുറേ നേരം ഞാൻ അത് തന്നെ നോക്കി നിന്നു. കാരണം അത് വെറും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നില്ല എനിക്ക്, അത് ഞാനായിരുന്നു. ഇപ്രാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ്. പാതി വഴി നിർത്തുന്ന പരിപാടിയില്ല. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യമെന്ന് അന്ന് വാശി പിടിച്ച് ഞാനായിരുന്നത്. ആ വയലിൻ വാങ്ങിയ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ആവേശം, പാതിരാത്രി വരെ ഇരുന്നിട്ടുള്ള യൂട്യൂബ് ട്യൂട്ടോറിയലുകൾ, സ്കെയിലുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. 2 ആഴ്ചത്തേക്ക് ഞാൻ വേറെ ആളായിരുന്നു. ഭയങ്കര ഡിസിപ്ലിൻ, ഫോക്കസ്ഡ്. പിന്നീട് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ ആവേശം മെല്ലെ മെല്ലെ കുറഞ്ഞു. വലിയ പുതുമയൊന്നും തോന്നാതായി. ആവർത്തന വിരസത തോന്നി തുടങ്ങി. ബോറടിച്ചു. അങ്ങനെ ഒരു വൈകുന്നേരം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സാരല്ലേ, നാളെ പ്രാക്ടീസ് ചെയ്യാം. ആ നാളെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ ഒരുപാടായി. ആ രാത്രി മുറി ആകെ ഒന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടേത് ഈ വയലിൻ മാത്രമല്ല, വായന തുടങ്ങാൻ വേണ്ടി വാങ്ങി പകുതി വായിച്ച് നിർത്തിയ പുസ്തകങ്ങൾ, PSCക്ക് പഠിക്കാൻ വേണ്ടി വാങ്ങിയ ഒരുപാട് ഗൈഡുകൾ, മനോരമ ഇയർ ബുക്ക്, അലമാരയുടെ ഉള്ളിൽ ഒരു പഴയ കാനൺ DSLR ക്യാമറ, റൂമിന് പുറത്ത് ഇപ്പോൾ ഉമ്മ അലക്കിയിടാറുള്ള ഒരു ട്രെഡ്മില്ല്, കളിക്കാൻ വേണ്ടി വാങ്ങി ഉപയോഗിക്കാതെ ബെൻഡായിപ്പോയ ഒരു ക്യാരം ബോർഡ്. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോവുകയാണ്. അന്ന് മനസ്സിലേക്ക് വന്നൊരു ചോദ്യമുണ്ട്, ഇത് എൻ്റെ മാത്രം കുഴപ്പമാണത്? ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരു സംഗതി തുടങ്ങിയിട്ട് മുഴുവനാക്കാത്തത്? ഒരു കാര്യം മുഴുവനാക്കുന്നതിന് മുന്നേ ആ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ എന്താ ചെയ്യുക? നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കാരണം മോട്ടിവേഷനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. കേട്ടു നോക്കൂ, ഇത് നിങ്ങളെയും മാറ്റും, തീർച്ചയാണ്. അന്ന് രാത്രി ഞാൻ ഫോൺ എടുത്തില്ല. ആ പെട്ടിയിൽ നിന്ന് വേറെ ഒന്നും എടുത്തു നോക്കിയില്ല. വേറെ ഒന്നിനു വേണ്ടി മൈൻഡ് മാറ്റാനും പോയില്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് എനിക്ക് ഒട്ടും സുഖകരമില്ലാത്ത ചില സത്യങ്ങൾ ഓർമ്മ വന്നത്. ഇത് വെറും ഒരു വയലിൻ്റെയോ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെയോ മാത്രം പ്രശ്നമല്ല, ഇതൊരു സ്ഥിരം പല്ലവിയാണ്. കുറച്ചുകൂടി ചെറുപ്പമായിരുന്നപ്പോൾ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഫുട്ബോളിൽ നിർത്തി. കുറച്ച് ടഫായിരുന്നേ. പിന്നെ ജിമ്മിൽ പോയി റിസൾട്ട് വരാൻ വൈകിയപ്പോൾ ഞാനത് നിർത്തി. കരാട്ട ക്ലാസ്സിൽ ബ്രൗൺ ബെൽറ്റ് ടെസ്റ്റിൻ്റെ അന്ന് മൂക്കിന് ഇടികെട്ടി മൂക്കിൻ്റെ പാലം പൊട്ടി ചോര വന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം കരാട്ടയും നിർത്തി. ഓരോ പ്രൊജക്റ്റും അതിൻ്റെ ആവേശം ഒന്ന് കുറയുമ്പോൾ ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു. തുടക്കത്തിൽ ഇതൊന്നും വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക. ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ സമാധാനിപ്പിക്കും. പക്ഷെ വർഷങ്ങളോളം ഇത് ആവർത്തിക്കുമ്പോൾ അവിടെ ഭയങ്കര ഡേഞ്ചറസ് ആയൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റാതാവും. ഒരു മനുഷ്യൻ സ്വന്തം വാക്കിന് വില കൊടുക്കാതാവുമ്പോൾ അവിടെയാണ് അയാളുടെ ആത്മവിശ്വാസം ശരിക്കും തകരുന്നത്. നാട്ടുകാർ കളിയാക്കുമ്പോഴോ തോറ്റു പോകുമ്പോഴോ ഒന്നുമല്ല കോൺഫിഡൻസ് ഇല്ലാതാവുന്നത്. തുടങ്ങിയ കാര്യം ഞാൻ എന്തായാലും അവസാനിപ്പിക്കും എന്ന ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാതാവുന്ന ആ നിമിഷം, അവിടെയാണ് നിങ്ങളുടെ തകർച്ച തുടങ്ങുന്നത്. പുറത്തേക്ക് നിങ്ങളൊന്നും പറയില്ല, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരാൾ എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കും, നീ എന്തിനാണ് തുടങ്ങുന്നത്, നീ ഇത് പാതി വഴി നിർത്തുന്നത് നിനക്ക് തന്നെ അറിയില്ലേ, വേറെ ഒരു പണിയില്ല നിനക്ക്. ആ ചിന്ത ഭയങ്കര മാരകമാണ്. കാരണം പിന്നീട് നിങ്ങൾ ഒരു ഹോബികൾ മാത്രമല്ല ഉപേക്ഷിക്കുക, പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തന്നെ നിങ്ങൾ ചെറുതാക്കാൻ തുടങ്ങും. വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾക്ക് പേടിയാകും. ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യം വരില്ല. നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടല്ല, മറിച്ച് തുടങ്ങുന്ന ആ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. പൊടി പിടിച്ച ആ വയലിനേക്കാൾ കൂടുതൽ തന്നെ പേടിപ്പിച്ചത് ഈ തിരിച്ചറിവാണ്. കാരണം ഇത് ഞാനിപ്പോൾ മാറ്റിയില്ലെങ്കിൽ ഇതെൻ്റെ കരിയറിനെയും റിലേഷൻഷിപ്പിനെയും എൻ്റെ ഫ്യൂച്ചറിനെ തന്നെയും ബാധിക്കും. അവിടെ വെച്ചാണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ചത്, എന്താണ് എനിക്ക് പറ്റിയ തെറ്റ് എന്ന ചോദ്യത്തിന് പകരം ഇതൊരു സ്വഭാവദൂഷ്യമല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുമോ എന്ന്. ആ ഒരൊറ്റ ചോദ്യമാണ് എൻ്റെ ജീവിതം മാറ്റിയത്. ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പകുതിക്ക് നിർത്തിയ എത്ര കാര്യങ്ങളുണ്ട്? ആവേശത്തിൽ കാശ് കൊടുത്ത് വാങ്ങിയ ഓൺലൈൻ കോഴ്സ്, പകുതി വായിച്ച് മടക്കി വെച്ച പുസ്തകങ്ങൾ, 2 ആഴ്ച മാത്രം പോയ ജിം മെമ്പർഷിപ്പ്, അല്ലെങ്കിൽ ഒരു വലിയ സംഭവം എന്ന് കരുതി തുടങ്ങിയ ആ ബിസിനസ് ഐഡിയ, ഇതൊക്കെ എവിടെ പോയി? നിങ്ങൾ മടിയനായതുകൊണ്ടോ നിങ്ങൾക്കതിന് കഴിവില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ഇതൊക്കെ നിർത്തിയത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു ബയോളജിക്കൽ റിയാക്ഷൻ ഉണ്ട് അവിടെ. ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മളെ കൊണ്ട് അത് നിർത്തിക്കും. ആ ഒരു സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിലും നിങ്ങൾ തോൽക്കാൻ കഴിയില്ല.
ആ സീക്രട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിന് ശരിക്കും ഒരു ഹൈ കിട്ടും. പുതിയൊരു സ്കില്ല് പഠിക്കുന്നു, പുതിയൊരാളാകാൻ പോകുന്നു എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ആക്ടിവേറ്റ് ആകും. 1-ാം ദിവസം ഒന്നും അറിയാത്ത നമ്മൾ 10-ാം ദിവസം ആകുമ്പോഴേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു കാണും. നമ്മുടെ തലച്ചോറിന് ഈ സ്പീഡ് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് അതുള്ളിൽ ഡോപ്പമിൻ ഇങ്ങനെ വാരി വിതറും. ശരിക്കും ഒരു പ്രേമത്തിൽ വീഴുന്ന അതേ ഫീല്. ഇതാണ് നോവിസ് ഹൈ, അല്ലെങ്കിൽ തുടക്കക്കാരൻ്റെ ആവേശം എന്നൊക്കെ പറയാം. പക്ഷേ ഇവിടെയാണ് വലിയൊരു ട്രാപ്പ് ഉള്ളത്. നിങ്ങളുടെ തലച്ചോറിന് നിങ്ങളുടെ കാര്യത്തിലൊരു പുലിയാകണം എന്നൊന്നുമില്ല. അതിന് സ്പീഡ് മാത്രമേ വേണ്ടൂ. എപ്പോഴാണോ ആ സ്പീഡ് കുറയുന്നത്, കാര്യങ്ങൾ കുറച്ചുകൂടി പോരടിപ്പിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ ഈ ഡോപ്പമിൻ ലെവൽ അങ്ങ് താഴും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇതെനിക്ക് പറ്റിയ പണിയല്ല, എനിക്കിതിനുള്ള ടാലൻ്റ് ഇല്ല, കഴിവില്ല എന്നൊക്കെ. സത്യത്തിൽ അതൊരു ഒരു തെറ്റിദ്ധാരണയാണ്. ആ ഒരു സെക്കൻഡിലാണ് നിങ്ങളുടെ വയലിൻ അലമാരയുടെ മുകളിലേക്ക് പോകുന്നത്. ആ ഒരു നിമിഷമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേൽ പൊടി പിടിച്ചു തുടങ്ങുന്നത്. ഇവിടെയാണ് നമ്മളെയൊക്കെ പലരും പറ്റിക്കുന്നത്. സാധാരണ എല്ലാവരും പറയുന്ന കുറച്ച് സ്ഥിരം ഡയലോഗുകളുണ്ട്. നിനക്കിതിനോടുള്ള ഒരു ആവേശം പോരാ, ഒരു ഇൻട്രസ്റ്റ് പോരാ, നിനക്കൊന്നിനൊരു ഡിസിപ്ലിൻ ഇല്ല, നിനക്ക് ആത്മാർത്ഥതയില്ല എന്നൊക്കെ കേട്ട് നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകും. എന്നൊരു സത്യം പറയട്ടെ, ഈ പറയുന്ന മനോബലം അല്ലെങ്കിൽ ഗ്രിറ്റ് എന്നൊക്കെ പറയുന്നത് ജനിക്കുമ്പോഴേ കിട്ടുന്നൊരു സ്വഭാവമൊന്നുമല്ല. സത്യത്തിൽ ഇതൊരു മസിൽ പോലെ ട്രെയിൻ ചെയ്തെടുക്കാവുന്ന ഒരു ബ്രെയിൻ സർക്യൂട്ടാണ്. നിങ്ങളുടെ കാര്യത്തിൽ ആ സർക്യൂട്ട് ഇതുവരെ ശരിക്കും ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. ഒരു വണ്ടിയുടെ എഞ്ചിൻ ട്യൂൺ ചെയ്യുന്ന പോലെ നമുക്ക് ഇതിനെയും സെറ്റാക്കി എടുക്കാം. നമ്മുടെ തലച്ചോറിനുള്ളൊരു സിസ്റ്റം ഉണ്ട്. നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രത്യേക മെക്കാനിസം. ഇതിനൊരു മെൻ്റൽ മസിൽ ആയിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് മസിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണിതും. ഓരോ തവണ നിങ്ങൾക്ക് ബോറടിക്കുമ്പോഴും അത് സഹിക്കുന്നതിന് പകരം നിങ്ങൾ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കുമ്പോൾ ഈ മസിലൊന്ന് ചുരുങ്ങും. ഓരോ തവണ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ മടി തോന്നി നിങ്ങളത് നിർത്തി എഴുന്നേൽക്കുമ്പോൾ ഈ മസിൽ വീണ്ടും വീണ്ടും വീക്കായിട്ട് വരും. അങ്ങനെ പോകെ ഒരു ദിവസം വളരെ ചെറിയ പ്രയാസം വന്നാൽ പോലും നിങ്ങൾക്കത് വലിയൊരു മല പോലെ തോന്നും. അപ്പോൾ നിങ്ങളെ തന്നെ മടിയൻ എന്ന് വിളിക്കാൻ തുടങ്ങും. പക്ഷെ സത്യം അതല്ല. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തതിനാണ് മടിയെന്ന് പറയുന്നത്. നിങ്ങളൊന്നും ചെയ്യാതിരിക്കുകയല്ല, പകരം ആ ഒരു ഡോപ്പമിൻ കിക്ക് കിട്ടാതെ ഒന്നും ചെയ്യില്ല എന്ന് നിങ്ങളുടെ തലച്ചോറ് വാശി പിടിക്കുകയാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ പിന്നെ കളി മാറും. പക്ഷെ ഇതിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇതൊരു മസിലാണെങ്കിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാനും പറ്റും, അല്ലേ? ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇതിനായി ഞാൻ നിങ്ങളൊരു മെത്തേഡ് പറഞ്ഞുതരാം. കേൾക്കുമ്പോൾ ചിലപ്പോൾ എത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് സിമ്പിളാണ്. പക്ഷെ അടുത്തൊരു 6 മാസം നിങ്ങളിത് കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾ പോലും നിങ്ങൾ തിരിച്ചറിയാത്ത അത്രയും വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലുണ്ടാകും, ഉറപ്പാണ്. ഇതിനെ നമുക്ക് 15% റൂൾ എന്ന് വിളിക്കാം. പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുള്ളായ ട്രിക്ക്. അടുത്ത തവണ നിങ്ങൾക്കൊരു കാര്യം മതിയാക്കി എഴുന്നേൽക്കാൻ തോന്നുമ്പോൾ നിർബന്ധിച്ച് ഒരു 3 മണിക്കൂർ കൂടി ഇരുന്ന് കഷ്ടപ്പെടാൻ ഞാൻ പറയില്ല. അത് നടപ്പുള്ള കാര്യമല്ല, വെറും ഈഗോയാണ്. പകരം ഒരു 15% മാത്രം കൂടുതൽ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 20 മിനിറ്റ് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മടുത്ത് നിർത്താൻ തോന്നുന്നുണ്ടോ? ഒരു 3 മിനിറ്റ് കൂടി അധികം ചെയ്യുക. 5 പേജ് വായിച്ച് മടുത്തോ? ഒരു പേജ് കൂടി വായിച്ച് അത് 6 ആക്കുക. ആ ഒരു കുഞ്ഞ് എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ മെൻ്റൽ മസിലിനുള്ള യഥാർത്ഥ വർക്കൗട്ട്. വലിയ മോട്ടിവേഷൻ കേട്ടല്ല നമ്മൾ മാറേണ്ടത്. പകരം ഇത്തരം ചെറിയ ബുദ്ധിമുട്ടുകൾ, എന്തായാലും പറയാം, മൈക്രോ ഡിസ്കംഫർട്ട് എന്ന് പറയാം, അത് സഹിച്ച് തന്നെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി മാറ്റിയെടുക്കേണ്ടത്. ഇത് നിങ്ങൾ സ്ഥിരമായി ചെയ്താൽ നിങ്ങളുടെ പഴയ മടുപ്പ് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പായിരിക്കില്ല, പകരം നിങ്ങളെ സ്ട്രോങ് ആക്കുന്ന ഒരു ട്രെയിനിങ് ഗ്രൗണ്ടായി മാറും. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 6 മാസം കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങളുടെ 2 വേർഷനുകൾ അവിടെ കാണാൻ പറ്റും. ഒരാളിപ്പോഴും പഴയ പല്ലവി തന്നെ പാടിക്കൊണ്ടിരിക്കും. തുടങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമാണ്, പക്ഷേ പാതി വഴിയിൽ എനിക്ക് മടുക്കും. എന്നാൽ രണ്ടാമത്തെ ആൾ ആ ബോറടിയും ബുദ്ധിമുട്ടും വരുമ്പോൾ അവിടെ നിന്ന് ഓടാതെ അവിടെ തന്നെ ഉറച്ചു നിൽക്കും. ഇവർ തമ്മിലുള്ള വ്യത്യാസം ടാലൻറ്റോ ബുദ്ധിയോ ഒന്നുമല്ല, പകരം വീണ്ടും എടുത്ത ഒരൊറ്റ തീരുമാനമാണ്. ആ 15% കൂടി അധികം അവിടെ പിടിച്ചു നിൽക്കുക എന്നത്. നിങ്ങളുടെ മുറിയുടെ മൂലയിലിരിക്കുന്ന ആ പഴയ വയലിൻ കണ്ടോ? അത് നിങ്ങളെ കളിയാക്കുകയല്ല, അത് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരു മോട്ടിവേഷൻ പ്രസംഗങ്ങൾക്കല്ല, മറിച്ച് നിങ്ങളുടെ ആ മെൻ്റൽ സ്ട്രെങ്ത്തിന് വേണ്ടി. ഈ വീഡിയോ എന്നെക്കുറിച്ചാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളും ഇതുപോലെ ആവശ്യത്തിൽ തുടങ്ങി പാതി വഴിയിൽ ഉപേക്ഷിച്ച എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരു വയലിനോ വല്ല ഓൺലൈൻ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും? സത്യസന്ധമായി താഴെ കമൻറ്റ് ചെയ്യൂ, കേൾക്കട്ടെ. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.